നെല്ലു സംഭരണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത, കർഷക വായ്പാ കടക്കെണിയിൽ നിന്നും കരകയറ്റുന്നതിന് നടപടിയെടുക്കാത്ത, ഭൂനിയമങ്ങളുടെ നിയമക്കുരുക്കിന് പരിഹാരം കാണാത്ത, കുടിയേറ്റ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത, PRS വായ്പയിലൂടെ നെൽ കർഷകരെ ചൂഷണം ചെയ്യുന്ന സർക്കാരുകൾക്കെതിരെ ഒരക്ഷരം ഉരിയാടാത്ത കർഷക ദ്രോഹികളും കർഷക വഞ്ചകരുമായ LDF, UDF, NDA മുന്നണി സ്ഥാനാർത്ഥികളെയും ബാലറ്റിലൂടെ പരാജയപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുക. പ്രിയമുള്ളവരെ, പാലക്കാട് നിയോജക മണ്ഡലം സ്വതന്ത്ര കർഷക മുന്നണി സ്ഥാനാർത്ഥി രഘു മാത്തൂരിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഞങ്ങൾ ഓരോരുത്തരോടും അപേക്ഷിക്കുകയാണ്. നിയമത്തിനണ കെട്ടി ഭരണകൂടം തീർത്ത വരളുന്ന പാടത്തിലവർ നട്ടു സമരം. നമ്മുടെ നാടിന്റെ നിലവിലെ അവസ്ഥയിൽ മനം നൊന്ത് നോട്ടയ്ക്ക് വോട്ട് നൽകുന്ന വോട്ടർമാരെ, ആ വോട്ടുകൾ പാഴാക്കരുത്. ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിന്നുകൂടെ? കർഷക ദ്രോഹികൾക്ക് വോട്ട് കൊടുക്കണോ? ഒന്ന് ചിന്തിക്കൂ. പാലക്കാട് നിയോജക മണ്ഡലം സ്വതന്ത്ര കർഷക മുന്നണി സ്ഥാനാർത്ഥി രഘു മാത്തൂരിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുക. നമ്മുടെ ചിഹ്നം തെങ്ങിൻ തോട്ടം, നമ്മുടെ സ്ഥാനാർത്ഥി രഘു മാത്തൂർ. നമ്മൾ ഏവരും ചിന്തിക്കേണ്ടതാണ്. ദൈനംദിന ന്യൂസ് മീഡിയയിലൂടെ എല്ലാം തന്നെ നമ്മൾ ഇവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ മണിക്കൂറിന് എന്ന പോലെ കാണുകയും അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ്. വന്യജീവികളുടെ ആക്രമണങ്ങൾ കൊണ്ട് ദുരിതമനുഭവിക്കുന്ന കർഷകർ, കൊയ്തെടുത്ത നെല്ല് സംഭരിക്കാതെ ദുരിതമനുഭവിക്കുന്ന കർഷകർ, ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാന്യമായ വില നൽകാതെ ദുരിതമനുഭവിക്കുന്ന കർഷകർ, ഇതിനൊക്കെ പുറമെ തന്നെ നമ്മുടെ ഭരിക്കുന്ന സർക്കാരുകൾ അവന് നൽകേണ്ട അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് കർഷകനെ ദ്രോഹിക്കുന്ന നടപടികൾ വേറെ. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ നമ്മൾക്കറിയാവുന്നതാണ്, ഈ 2 ക്രോപ്പിലും നെല്ല് സംഭരിക്കാതെ ഇവിടെയുള്ള കർഷകനെ ദ്രോഹിച്ച് അവനെ പെടാപ്പാടുപെടുത്തി അവനെ കടക്കണിയിലാക്കി അവനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മൾ മീഡിയയിലൂടെ കാണുന്നതാണ്. ഇതിനൊരു പരിഹാരം കഴിഞ്ഞ 30 വർഷക്കാലമായി കർഷക, ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കർഷക പ്രസ്ഥാനങ്ങൾ, കർഷക മുന്നണികൾ എല്ലാം തന്നെ വാതോരാതെ സംസാരിക്കുന്നു എന്നല്ലാതെ ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. അതിനെതിരെ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് രഘു മാത്തൂർ എന്ന ഈ കർഷകൻ നമ്മുടെ എല്ലാം തന്നെ ജീവിക്കുന്ന രക്തസാക്ഷിയായിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത്. ഈ ആഴ്ച തന്നെ നമ്മുടെ പേപ്പറിലൂടെയൊക്കെ കണ്ടതാണ്, മാധവൻ എന്ന ക്യാൻസർ ബാധിതനായ കർഷകൻ അവന്റെ നെല്ലെടുത്ത് അവന് പണം കിട്ടാതെ, അവന്റെ ചികിത്സയ്ക്ക് പണം കിട്ടാതെ സപ്ലൈകോയ്ക്ക് മുമ്പിൽ പോയിരുന്നുകൊണ്ട് ഒറ്റയാൾ സമരം നടത്തിയത്. ഈ ഗതികേടൊക്കെ കർഷകനിലേക്ക് എത്തിക്കുന്നത് ഇവിടുത്തെ ഭരണവർഗത്തിന്റെ പോരായ്മയാണ്, പിടിപ്പുകേടാണ്, ആ സിസ്റ്റത്തിന്റെ ഫെയിലിയറാണ്. ആ ഫെയിലിയർ മാറ്റേണ്ടത് ഇവിടുത്തെ കർഷകരല്ല, ഇവിടെ നമ്മെ ഭരിക്കുന്ന സർക്കാർ തന്നെയാണ്. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ മേടിച്ചുകൊണ്ട് അവന് ന്യായ വില നൽകിക്കൊണ്ട് അവന്റെ കുടുംബത്തിലും അച്ഛനും അമ്മയ്ക്കും ചികിത്സയും മക്കൾക്ക് മരുന്നും അവന് പഠന വിഷയങ്ങളിൽ അവന് സഹായങ്ങളും ഒക്കെ നൽകേണ്ടത് അവനുണ്ടാക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില നൽകുമ്പോൾ മാത്രമാണ്. അത് നൽകേണ്ടത് ഇവിടുത്തെ സർക്കാരാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്നും സർക്കാർ ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല. ഇത്തരം ദ്രോഹ നടപടികൾ സംസ്ഥാന സർക്കാർ നടന്നുകൊണ്ടുപോകുമ്പോഴാണ് കേന്ദ്ര ഗവൺമെന്റിനായിട്ടുള്ളത് ഈ ഇടിവെട്ടിയതിന്റെ തഴല് തേങ്ങ വീണു എന്ന് പറയുന്നത് പോലെ സെൻട്രൽ ഗവൺമെന്റ് പുതിയ കാർഷിക നയം കൊണ്ടുവരുന്നു. എല്ലാ ജില്ലകളിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഗ്രൈൻസ്, നമ്മുടെ ഭക്ഷ്യ ധാന്യങ്ങളുടെ ഉൽപാദനം
നിർത്തിവെക്കാനും അതിനുള്ള സബ്സിഡികൾ നിർത്തിവെക്കാനും ഒപ്പം തന്നെ എണ്ണക്കുരുക്കളും പൾസസ് ചെറുധാന്യങ്ങളും ഉണ്ടാക്കുവാനുള്ള സബ്സിഡി മാത്രം നൽകിയാൽ മതിയെന്നും അത് മാത്രം പ്രോത്സാഹിച്ചാൽ മതിയെന്നും ഉള്ള പുതിയ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നിരിക്കുന്നു. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് നമ്മുടെ മണ്ണിന് ഒട്ടും ചേർന്നതല്ല അത്തരം കൃഷി രീതികൾ എന്ന് മനസ്സിലാക്കാതെ അതിനൊരു ചർച്ചയും നടക്കാതെ പുതിയ ഈ കരിനിയമം നമ്മുടെ കേരളത്തിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. അതിനെതിരെ നമ്മൾ കർഷകർ ഒന്നിച്ചു നിന്നുകൊണ്ട്, കർഷക തൊഴിലാളികൾ ഒന്നിച്ചു നിന്നുകൊണ്ട്, അന്നം കഴിക്കുന്ന സാധാരണ ജനങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് പൊരുതിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ആസന്ന മരണമായിക്കൊണ്ടിരിക്കുന്ന കർഷക വൃത്തിക്ക് ഒരു അന്ത്യം ആയിരിക്കും ഈ ഓർഡിനൻസിലൂടെ വരുന്നത്. ഇതിനെതിരെ പ്രതികരിക്കണം, പ്രതിഷേധിക്കണം. നിങ്ങളുടെ ഓരോ വോട്ടും രഘു മാത്തൂരിന് നൽകിക്കൊണ്ട്, അദ്ദേഹത്തിന് വൻ വിജയം നൽകിക്കൊണ്ട് ഒപ്പം നിൽക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സംസാരിക്കുന്നു. ജയ് കിസാൻ. ദുരിതപർവങ്ങളേറുന്ന കർഷകൻ പതിരുതിരയുന്നു, പതിയേയുണരുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ഒരു വോട്ട് അന്നം നൽകുന്ന ഉശിരുള്ള ഒരു കർഷക പോരാളിക്ക് നൽകൂ. നമ്മുടെ നാടിന്റെ വികസനത്തിൽ പങ്കാളിയാകൂ. നാട് കട്ടുമുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടുകള്ളന്മാരെയും സ്ത്രീ പീഡകരെയും അഴിമതിക്കാരെയും ഖജനാവ് കൊള്ളക്കാരെയും ഇനിയും നമ്മൾ നിയമസഭയിലേക്ക് അയക്കണോ? ചിന്തിക്കൂ, പ്രതികരിക്കൂ. പാലക്കാട് നിയോജക മണ്ഡലം സ്വതന്ത്ര കർഷക മുന്നണി സ്ഥാനാർത്ഥി രഘു മാത്തൂരിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുക. നമ്മുടെ ചിഹ്നം തെങ്ങിൻ തോട്ടം. നമ്മുടെ സ്ഥാനാർത്ഥി രഘു മാത്തൂർ.